പവർഫുൾ ആയിട്ടുള്ള ടോർച്ച് ലൈറ്റ് ആണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള ടോർച്ച് ലൈറ്റ് ആണ്. നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിനകത്താണ് ഇത് കാണിക്കുന്നത്. വീഡിയോ ക്യാമറയിലല്ല കാണുന്നത്, നിങ്ങൾ ഈ ക്യാമറയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. എന്റെ കർത്താവേ, വമ്പിച്ചാടായ വിൽപ്പനയും തോപ്പുചിപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നൂരു എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഇന്ന് നിങ്ങൾക്കായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിട്ട് നിങ്ങൾ വന്നിട്ടുള്ളത്. കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ. ഇന്ന് അതിന്റെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു നിസ്സാരമായ 799 രൂപയ്ക്ക്. ഈ വിലക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഈലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ചാണകം. വാങ്ങിച്ചു തിന്നോളി. ഇത് കണ്ടല്ലോ രഞ്ജിത്തെ, നല്ല ക്യാമറ. നമ്മുടെ സ്റ്റുഡിയോ ക്യാമറയിലല്ല കാണുന്നത്, നിങ്ങൾ ഈ ക്യാമറയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. എന്റെ കർത്താവേ, നല്ല ക്യാമറ. നമ്മുടെ സ്റ്റുഡിയോ ക്യാമറയിലല്ല കാണുന്നത്, നിങ്ങൾ ഈ ക്യാമറയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്യാമറയിലല്ല കാണുന്നത്, നിങ്ങൾ ഈ ക്യാമറയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. അഹങ്കാരം പറയില്ല കേട്ടോ. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് പറയാം, നല്ല ബിഗ് സ്ക്രീൻ ആണ്. നിങ്ങൾ സാധാരണ സ്മാർട്ട് ഫോൺസിൽ കാണുന്നത് പോലെ തന്നെ വലിയ ബിഗ് സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്തെടുക്കരുത്. ഏറ്റവും വലിയ സ്ക്രീനാണ്. നമുക്ക് ഈ ഒരു പോർഷൻ തൊട്ടാണ് നമുക്ക് സ്ക്രീൻ തുടങ്ങുന്നത്. ഏറ്റവും വലിയ സ്ക്രീനാണ്. ഒരു 3D പോലത്തെ നമുക്കൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അത്രയും വലുതാണ്. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും ബുദ്ധിശക്തിയും ഇത്രയും സ്മാർട്ട്നെസ്സും ഉള്ള ഒരു കച്ചവടക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല വലിയ സ്ക്രീനാണ്, ബിഗ് സ്ക്രീനാണ് നിങ്ങൾ കാത്തുന്നത്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഒരുപാട് നേരം കോൾ സംസാരിക്കാൻ 2 സിം കാർഡ് ഇടാൻ സാധിക്കുന്നു. മൾട്ടി ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് മെസ്സേജിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കും. അങ്ങനെ ശാസ്ത്ര രംഗത്തെ അതിനൂതനമായ സങ്കേതങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള ടോർച്ച് ലൈറ്റ് ആണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ള ടോർച്ച് ലൈറ്റ് ആണ്. നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിനകത്താണ് ഇത് കാണിക്കുന്നത്. ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്? ഞാൻ ഞെട്ടി ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ. ഇത്രയും ഞെട്ടിയാ പോരാ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ നല്ലതാണ്. എന്നാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണാണ്. കോളേജ് ഗോയിങ് ഗൈസിനും വളരെ പെർഫെക്റ്റ് ആണ്. നമുക്ക് MD ലൈനിൽ വീണ്ടും വരികയാണ്. ഹലോ ரஞ்சித், என்னன்னா இப்ப வந்து நிறைய பேர் ஆர்டர் பண்றாங்க, 3 போன் வேணும் 4 போன் வேணும்னு சொல்றாங்க. ஏன்னா பிரைஸ் இருக்கிறதுனால ഇറ്റ്സ് ഹംബിൾ റിക്വസ്റ്റ്, ഒരു മൊബൈലിക്ക് 2 ഫോൺ മാത്രം ഓർഡർ பண்ண முடியும். സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പുറകെ ഓടിപ്പാഞ്ഞ് ഇറക്കി, അല്ല ആളുകൾ എന്റെ പുറകെ ഓടിപ്പാഞ്ഞ് ഇറക്കി. ഇതിൽ ഒരു അലേർട്ടാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ബൾക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരു ഫോൺ നമ്പർ നിങ്ങൾ വിളിക്കുന്ന നമ്പറിൽ നിന്ന് ഒരൊറ്റ ഓർഡർ മാത്രമേ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദയവായി നിങ്ങൾ ബൾക്കായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുക. കാരണം സ്റ്റോക്സ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ്. ഒരു ഫോൺ മാത്രം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. ഒരു ഫോണിൽ നിന്ന്, അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് അറ്റ് എ ടൈം ഒരു ഓർഡർ. ഇന്നൊക്കെ ഒരു കുഴപ്പമുണ്ട്, തന്നെ താൻ പൊക്കി പറയുക. അത് കുറച്ച് കൂടുതലാ, കുറച്ചല്ല വളരെ കൂടുതലാ. മുതലാളി, വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. വേണ്ട, എനിക്ക് ധൃതി. അപ്പഴ നിൽക്കുന്നായത് എങ്ങോട്ട് നമ്മൾ പോകുന്നത്? ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ഞാൻ ജാഫർ, കണ്ണൂരിലാണ് ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ആരുടെ പിണ്ടം വെക്കാനെ നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലായ അമ്മ. എങ്ങനെ ലോട്ടറി അടിച്ചോ? ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. വിൻ ചെയ്ത ക്യാഷ് കൊണ്ട് ഞാൻ ഊട്ടി കുന്നൂർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കും. MPL വളരെ എളുപ്പമാണ്. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. MPL വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കളിക്കാം. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഞാൻ ജാഫർ, ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്ത ക്യാഷ് കൊണ്ട് ഞാൻ ഊട്ടി കുന്നൂർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ഇതെന്നാ വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്? ഇനിയും റീവൈൻഡ് ചെയ്യൂടാ. ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. വിൻ ചെയ്ത ക്യാഷ് കൊണ്ട് ഞാൻ ഊട്ടി കുന്നൂർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കും. എനിക്ക് ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. MPL വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കളിക്കാം. എന്നാ നല്ല 2 തരിയുടെ പണി ചെയ്ത് കാശുണ്ടാക്കാൻ നോക്ക്. കാശുണ്ടാക്കിയ ഞങ്ങളൊക്കെ അഹങ്കരിച്ചു വക്കീൽ സാറേ. കുറച്ചാളെങ്കിലും ഞങ്ങൾ അഹങ്കാരം ഇല്ലാതെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ MPL എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ MPL 30,000 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്ത ക്യാഷ് കൊണ്ട് ഞാൻ ഊട്ടി കുന്നൂർ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കും.
MPL വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കളിക്കാം. അതെ, ഈ വളവളാന്നുള്ള വർത്താനം നിർത്താമോ? അതിന് അങ്ങേരൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ വന്നു. ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. എന്റെ പേര് ആഷിഖ്, ഞാൻ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ്. എന്താ നിന്റെ ഇപ്പൊ ജോലി? ജോലി ഇപ്പം MPL കുറെ ഗെയിം ഉണ്ട്. ആ ഗെയിം ഉപയോഗിച്ച് ഞാൻ 15,000 രൂപ വരെ നേടിയിട്ടുണ്ട്. 15,000 രൂപ വരെ നേടിയിട്ടുണ്ട്. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. ആ ഗെയിം ഉപയോഗിച്ച് ഞാൻ 15,000 രൂപ വരെ നേടിയിട്ടുണ്ട്. ആ കാശ് ഉപയോഗിച്ച് ഞാൻ 3 ട്രിപ്പ് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. 2 മാസം മുൻപ് വരെ ഞാനൊരു പെണ്ണ് ഇറങ്ങിയാണ്. ആഫ്റ്റർ അറബിക്കഥകളുടെ നായന്മാരെ വിട്ട് ഒരു കയറ്റം വന്നിട്ട് ആ ഗെയിം ഉപയോഗിച്ച് ഞാൻ 15,000 രൂപ വരെ നേടിയിട്ടുണ്ട്. ഞെട്ടിയല്ലേ? എന്റെ ഈ വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മച്ചിയാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. എന്റെ പേര് ആഷിഖ്, ഞാൻ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ്. എന്റെ പേര് ആഷിഖ്, നമുക്ക് വഴിയുണ്ടാക്കാം. കരയോ? കൈയെടുക്കട്ടെ. എന്റെ പേര് ആഷിഖ്, എന്റെ പേര് ആഷിഖ്. അപ്പ ഇങ്ങോട്ട് പറയണ്ട. ഇല്ല, പറയില്ല. മുതലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മേലിൽ ഞാൻ മിണ്ടില്ല. എനിക്കറിയണത് പോലെ MPL ഒരു സിമ്പിൾ ഗെയിമാണ്. അത് ആർക്ക് വേണമെങ്കിൽ കളിച്ചു വേണമെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാം. ഒന്ന് ചിലക്കാണ്ടിരിക്കോ? ഇതാണ് എന്തെങ്കിലും മുണ്ടിപ്പോയ ഞാനൊരു മോശക്കാരൻ, ഈ ഒരു കോലത്തെ തമ്പുരാണ്. ഞാനങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ഞാൻ ജാഫർ, കണ്ണൂരിലാണ്. എന്റെ പേര് ആഷിഖ്, ഞാൻ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യാണ്. ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഉറക്കി കിടത്താന്ന് വിചാരിക്കണ്ട. ഇനി ഞങ്ങൾ ഉണർന്നേന്നിരിക്കും. എന്റെ പൊന്നു ചേട്ടായി, ഈ സാധനത്തിന് ഇവിടുന്ന് പറഞ്ഞു വെച്ചില്ലെങ്കിലുണ്ടല്ലോ ചേട്ടായിയുടെ ഉള്ള പേര് ചീത്താവേ. എന്ത് ചെയ്യാനടാ, എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാവും ഇങ്ങനെ ഒരു തലയിലെഴുത്ത്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ? ബാ ഉൽപ്പോ, നമുക്കിനി അവനുമായിട്ടുള്ള കമ്പനി വേണ്ട. ഞാൻ നിർത്തി, ഇനിയില്ല. യാത്ര പറയാൻ വന്നതാണ് ഞാൻ. ഇനി ചിലപ്പോ കണ്ടില്ലെന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?